ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശ്യാമ ശാലിനിയുടെ മുന്നിൽ വെച്ച് പപ്പിയെ അടിക്കുകയാണ്. പപ്പി അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോഴാണ് ശ്യാമ പപ്പിയെ അടിക്കുന്നത്. എനിക്കറിയാം എൻ്റെ കൊച്ചിനോട് എങ്ങനെ പെരുമാറണമെന്ന്. ഒരു അവകാശവാദവും പറഞ്ഞ് ഒരാളും വന്നേക്കരുത് എന്ന് ശ്യാമ ശാലിനിയുടെ മുഖത്ത് നോക്കി പറയുന്നു. ഇത്രയും നാൾ വളർത്താമെങ്കിൽ ഇനി അങ്ങോട്ട് വളർത്താനും എനിക്കറിയാം, വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് പപ്പിയെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് ശ്യാമ. ഇത് കേട്ട് ആകെ തകർന്നു നിൽക്കുകയാണ് ശാലിനി. ഇവളെന്താ ഇങ്ങനെയെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട്. അവളാകെ മാറിയിരിക്കുകയാണ്. അവളുടെ ജീവിതം അവളെ തന്നെ മാറ്റിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമ്മൾ ആരും അവൾക്ക് വേണ്ടി ചെയ്തതൊക്കെ അവളുടെ മനസ്സിലില്ല. രോഹിതാണ് അവളുടെ മനസ്സിൽ ഇപ്പോഴും അച്ഛൻ. പക്ഷേ രോഹിത്തിനെ ഇനി പപ്പി അങ്ങനെ കാണാൻ കഴിയോ? മോളേന്ന് പോലും വിളിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇതിന് എങ്ങനെയാണ് പരിഹാരം കാണുന്നതെന്നാ എന്ന് ശാലിനി പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു, പരിഹാരം ഒന്നേയുള്ളൂ. രോഹിതല്ല, വിഷ്ണുവാണ് പപ്പിയുടെ അച്ഛനെന്ന് പപ്പി അറിയിക്കണം. തുടർന്ന് സത്യഭാമയെ കാണിക്കുന്നുണ്ട്. സത്യഭാമ ഇപ്പോഴും രാത്രിയായിട്ടും വിഷ്ണുവിനെ കാത്തിരിക്കുകയാണ് ബിരിയാണിയും വെച്ച്. എന്നാൽ വിഷ്ണു നേരെ വന്നിരിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിൽ. ശാലിനി ശാരദാമ്മയോട് പറയുന്നു, അമ്മ എന്തൊക്കെയായി പറയുന്നത്? അതൊന്നും വേണ്ട, അത് ചിലപ്പോൾ കൂടുതൽ പ്രശ്നത്തിലേക്ക് കൊണ്ടു നയിക്കും. ശ്യാമയുടെ ഇപ്പോഴത്തെ അവസ്ഥ അമ്മയും കണ്ടതല്ലേ. അത് മാത്രമല്ല, പപ്പിയുടെ കുഞ്ഞു മനസ്സിനെ പെട്ടെന്ന് ഇതറിയുമ്പോൾ വല്ലാത്ത ഷോക്കാവും. ചെറിയ ചിന്തല എന്തൊക്കെ പ്രവർത്തിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഇതേ സമയത്ത് ശാലിനി എന്ന് വിളിച്ച് വിഷ്ണു അവിടെ എത്തി. വിഷ്ണു സന്തോഷത്തിലാണ് വരവ്. കേറി വാ എന്ന് പറഞ്ഞുകൊണ്ട് ശാരദാമ്മ വിഷ്ണുവിനെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ഒരു പൊതിയുമായിട്ടാണ് വിഷ്ണു വന്നിരിക്കുന്നത്. ഇതെന്തോ കാര്യമായിട്ടുള്ള വിഷയം സംസാരിക്കുകയാണെന്ന് തോന്നല്ലോ എന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, പപ്പയുടെ കാര്യമാണ്. അവള് അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയാണ്. അതിന്റെ പേരിൽ മോളെ ശ്യാമ തല്ലി. ചിന്തിച്ചിട്ട് ഒരു അന്തവും കിട്ടുന്നില്ല. ഇവരുടെ ഈ എങ്ങും എത്താത്ത ഒരു ജീവിതത്തിൽ പെട്ടുപോയിരിക്കുന്നത് പപ്പിയാണ് എന്ന് ശാരദാമ്മ പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, അവനെ ഞാനിപ്പോൾ കണ്ടതേയുള്ളൂ. അവൻ മുഴുവനായും സുസ്മിതയുടെയും ചന്ദ്രബോസിന്റെയും അടിമയായിട്ട് നിൽക്കുകയാണ്. അവർ കൂടെ നടത്തി അവന്റെ കുടുംബം തകർക്കാണെന്ന് അവൻ ഇതുവരെ മനസ്സിലാക്കുന്നില്ല. ഇത് കേട്ട് ശാരദാമ്മ പറയുന്നുണ്ട്, എങ്ങനെ മനസ്സിലാക്കാനാ? ഒഴിച്ചു കൊടുക്കുന്ന മദ്യമല്ലേ അവനെ മുന്നോട്ട് നയിക്കുന്നത്. ഭാര്യയും കൊച്ചും ഒന്നും വേണ്ട. ഇത് കേട്ട് വിഷ്ണു പറയുന്നു, എന്തായാലും ഞാൻ അവനെ തനിച്ചൊന്ന് കാണാനിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി കാര്യങ്ങൾ പറഞ്ഞു നോക്കാം. അല്ലാതെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. ഞാനൊരു ചായ എടുക്കാമെന്ന് ശാരദാമ്മ. വേണ്ട ശാരദാമ്മേ, ഇനി ഇപ്പോൾ തന്നെ ഞാൻ അമ്മയുടെ ഒരു ചോറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ചെന്നില്ലെങ്കിൽ അതിന്റെ പേരിലായിരിക്കും അടുത്ത വഴക്ക്. ഒന്നും എടുക്കണ്ട അമ്മേ, ഇതിപ്പോൾ പേരിന് ഒരു വഴിപാട് തീർക്കുന്ന മട്ടിൽ ഇങ്ങോട്ട് കയറിയതാണെന്ന് ശാലിനിയും പറയുന്നു. കാത്തിരിക്കാനും പരിഭവം പറയാനും ഇവിടെ ആരുമില്ലല്ലോ എന്നൊക്കെ ശാലിനി. നിങ്ങളായി നിങ്ങളുടെ പാടായി, ഞാൻ പോകുന്നു എന്ന് ശാരദാമ്മ. അതെ, ഈ പരിഭവം കാണാനാണോ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതെന്ന് വിഷ്ണു ശാലിനിയോട് പറയുന്നു. പിന്നല്ലേ അമ്മ കാത്തിരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ, ആഗ്രഹങ്ങളൊക്കെ എനിക്കുണ്ട്. പിന്നെ ഒന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഒന്നിച്ചൊന്ന് പുറത്തു പോകണം, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, അങ്ങനെ ചെറിയ ചെറിയ മോഹങ്ങൾ. അമ്മയുടെ ശ്രദ്ധയും ആഗ്രഹങ്ങളും ശ്രദ്ധയോടെ നടപ്പിലാക്കുന്ന സമയത്ത് ഒരു പരിഗണന എനിക്കും കൂടി വേണമെന്നേ ഞാൻ പറഞ്ഞോളൂ. കിട്ടുന്ന സമയത്തെങ്കിലും. ഭാര്യയായി പോയില്ലേ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പരിഭവത്തോടെ തന്നെ ശാലിനി പറയുന്നു. നമ്മുടെ മക്കള് പഠിക്കാണോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ പഠിക്കാണ്, രണ്ടുപേരും പഠിക്കാണ്. നാളെ എന്തോ ടെസ്റ്റ് പേപ്പർ ഉണ്ടെന്നൊക്കെ പറയുന്നു എന്നൊക്കെ ശാലിനി. ഇത് കുറച്ച് നാടൻ മാമ്പഴമാണ്, പിള്ളേർക്ക് ഇഷ്ടമാകുമെന്ന് വിഷ്ണു. കണ്ടില്ലേ, അപ്പോഴും എന്നെ ഒഴിവാക്കിയെന്ന് ശാലിനി പറയുന്നു. അത് അമ്മയ്ക്കും കൂടി കൊണ്ടുവന്നതാ, അപ്പോൾ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ശാലിനി വീണ്ടും പറയുന്നു, ഇനിയിപ്പോൾ എന്തിനാ നിൽക്കുന്നത്? ചോറും കഴിക്കുന്നില്ല, ചായയും കുടിക്കുന്നില്ല. അമ്മ അതെല്ലാം തയ്യാറാക്കി അവിടെ കാത്തിരിക്കല്ലേ. എന്നാ പിന്നെ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിന്ന് വിഷമിക്കേണ്ട, പൊക്കോ. പോകാൻ എന്നൊക്കെ പറയുന്നു. പോട്ടോ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു. എന്നാ പോവാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വിഷ്ണു. വിഷ്ണുവേട്ട വഴക്കായി പറഞ്ഞതല്ല. വിഷ്ണുവേട്ടന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സത്യമ്മയുടെ സ്വഭാവം എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിഷ്ണുവേട്ടൻ ഞാൻ പൊയ്ക്കോ എന്ന് ശാലിനി. പൊക്കോട്ടോ, എന്നാ പിന്നെ ശരി ഞാൻ പോവാം എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ പോകാൻ തുടങ്ങുന്നു. ശാലിനി വിഷ്ണുവിനെ നോക്കുന്നുണ്ട്, പിണക്കത്തോടെയൊക്കെ തന്നെ. എന്നിട്ട് വിഷ്ണു ചിരിച്ചുകൊണ്ട് ശാലിനിയുടെ അരികിലേക്ക് വരുന്നു. ആ തൂണിൽ കെട്ടിപ്പിടിക്കുന്നു. എന്താ പോകുന്നില്ലേ എന്ന് ശാലിനി. നമുക്കൊരു നൈറ്റ് ഡ്രൈവിന് പോയാലോ എന്ന് വിഷ്ണു ചോദിക്കുന്നു. നൈറ്റ് ഡ്രൈവോ എന്ന് ശാലിനി ചോദിക്കുന്നു. പാർക്ക്, ബീച്ച്, പിന്നെ താൻ പറഞ്ഞതുപോലെ ഒന്നിച്ചിരുന്ന് കുറച്ച് ഭക്ഷണവും കഴിക്കാം. അങ്ങനെ ചെറിയ ചെറിയ മോഹങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്ര. എന്നിട്ട് നമുക്ക് തിരിച്ചെത്താമെന്ന് വിഷ്ണു. അല്ല അമ്മ എന്ന് ശാലിനി പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ശാലിനിയുടെ കൈ പിടിച്ച് വിഷ്ണു അങ്ങ് ഓടിപ്പോകുന്നു. ലോറിയുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. രണ്ടുപേരും കയറിക്കോളാൻ വിഷ്ണു ശാലിനിയോട് പറയുന്നു. ഇതിലോ എന്ന് ശാലിനി. അല്ല അമ്മ എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറയുന്നു, അമ്മയോട് നമുക്ക് ഫോണിൽ വിളിച്ച് പറയാം. താൻ പറ, പോണോ വേണ്ടയോ? ഒറ്റ ഉത്തരം, പോണോ വേണ്ടയോ? ഇപ്പൊ പോയിട്ട് എന്ന് ശാലിനി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, ഇപ്പൊ പോയിട്ടെന്താ, നമുക്ക് നേരം വെളുക്കുന്നത് വരെ എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാം. കുറെ നാളായി എൻ്റെ കൊച്ച് വല്ലാണ്ടങ്ങ് സങ്കടപ്പെട്ടതല്ലേ. ഇനി പരസ്പരം സ്നേഹിച്ച് നമുക്ക് അങ്ങനെ ഇരിക്കാം. ഇരുന്നിട്ടെന്ന് ശാലിനിയും ചോദിക്കുന്നു. ഇരുന്നിട്ടെന്താ, പുതിയ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടോ എന്ന് ശാലിനി വീണ്ടും ചോദിക്കുന്നു. ഇനി ഒരുമാതിരി വട്ട് പിടിപ്പിക്കലേ, സംസാരിച്ചിട്ടെന്താ, നമുക്കങ്ങ് പ്രേമിക്കാം. വേറെന്നെങ്കിൽ വാ.
എനിക്ക് ഈ കാര്യത്തിൽ വലിയ പരിചയമൊന്നുമില്ല. പറഞ്ഞു തരാനാണെങ്കിലോ ആരുമില്ല. കോളേജിൽ പോയിരുന്നെങ്കിൽ ഞാൻ വല്ലതുമൊക്കെ പഠിച്ചേനെ. ഇപ്പോൾ നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം ആക്കിയാൽ പോരെ? എനിക്ക് വിഷ്ണു പറയുമ്പോൾ ശാലിനി ചിരിക്കുന്നുണ്ട്. പിന്നെ ആകാശത്തിലേക്ക് നോക്കി വിഷ്ണു പറയുന്നു, നമ്മുടെ ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ മനസ്സിലാക്കി പ്രകൃതി തന്നെ പ്രണയിക്കാനുള്ള വഴി തുറന്നു തരികയല്ലേ? നല്ല രസമുള്ള കാഴ്ചയല്ലേ? അല്ല, അതിലും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. ഈ നിലാവിന്റെ ഒരു ഭംഗിയിൽ ശരിക്കും എൻ്റെ കൊച്ചിനെ കാണാൻ വല്ലാത്തൊരു ഭംഗിയാണ്. ഇത് കേട്ട് ശാലിനി പറയുന്നു, എൻ്റെ വിഷ്ണുവേട്ടൻ തന്നെയാണോ ഈ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. വിഷ്ണു പറയുന്നു, ഇനിയുണ്ട് മനസ്സിൽ സൂക്ഷിച്ച ഒരു അടിപൊളി ഡയലോഗ്. പറയാൻ തന്നെ പ്രണയിച്ചിരുന്ന കാലത്ത് പറയാൻ പറ്റാതെ മനസ്സിൽ അടക്കി ഒതുക്കി പിടിച്ച ഒരു നല്ലൊരു ഡയലോഗ്. ഏതാണെന്നറിയോ? നമ്മുടെ ലാലേട്ടന്റെ പഴയ ഒരു സിനിമയിലെ ഡയലോഗ്. തനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഡയലോഗ്. എന്തുകൊണ്ടും ഇപ്പോൾ അതിവിടെ പറയാൻ പറ്റുന്ന സാഹചര്യമാണ്. ഒരു കാലത്ത് ഈ ചെറുപ്പക്കാരുടെ ചുണ്ടുകളിൽ നിന്നും പ്രണയിനികളുടെ കഥകളിലേക്ക് ഒഴുകി ഒഴുകി വരുന്ന ഒരു മനോഹരമായ ഒരു ഡയലോഗുണ്ട്. ഞാനിപ്പോൾ അത് എൻ്റെ പ്രണയിനിക്ക് വേണ്ടി പറയാം. എന്താ പറയട്ടെ? അങ്ങനെയാണോ? എങ്കിൽ അങ്ങനെ അതൊന്ന് കേൾക്കട്ടെ. അതെല്ലാം എനിക്ക് വിഷ്ണുവേട്ടനിലൂടെ കേൾക്കാൻ കൊതിയായിട്ട് വയ്യെന്നൊക്കെ ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു. ആദ്യം വിഷ്ണു ഒന്ന് ചിരിക്കുന്നു, എന്നിട്ട് പറയുന്നു, പറയാം, ഞാനൊന്ന് പ്രിപ്പയർ ആവട്ടെ. ശാലിനിയുടെ കൈകളിലേക്ക് പിടിക്കുകയാണ് വിഷ്ണു. ഇങ്ങനെയൊക്കെ ചെയ്യണോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ എന്നാലല്ലേ ഫീല് കിട്ടൂ എന്ന് വിഷ്ണു. ഇനി ഡയലോഗ് പറയുന്ന ശാലിനി. പറയട്ടെ. നമുക്ക് രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതിരാവിലെ കാലത്തെ എഴുന്നേറ്റ് പോയി മുന്തിരി തോട്ടത്തിൽ പോയി മുന്തിരി വള്ളികൾ തളർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെൻ്റെ പ്രേമം തരും എന്ന് പറഞ്ഞ് ശാലിനിയെ എടുത്തിങ്ങനെ പൊക്കുകയാണ് വിഷ്ണു. വളരെ സന്തോഷത്തോടെ. ശാലിനിയും സന്തോഷത്തിൽ തന്നെയാണ്. എന്നിട്ട് എടുത്തുകൊണ്ട് തന്നെ വിഷ്ണു ശാലിനിയെ ആ വണ്ടിയിലേക്ക് കയറ്റുന്നുണ്ട്. ഓക്കെ അല്ലേ, ഇനി പോകാം എന്ന് വിഷ്ണു പറയുന്നു. അങ്ങനെ രണ്ടുപേരും ഇപ്പോൾ അവിടുന്ന് യാത്രയാകുകയാണ്. ശാലിനി വിഷ്ണുവിന്റെ കൈകളിൽ ഇങ്ങനെ പിടിച്ച് ചേർന്നിരിക്കുന്നു. ഇതേ സമയം സത്യഭാമയാണെങ്കിൽ വിഷ്ണുവിന് വേണ്ടി ബിരിയാണി ഉണ്ടാക്കി കാത്തിരിക്കുന്നു. ശാലിനി വിഷ്ണു നൈറ്റ് ഡ്രൈവിനായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടിലൂടെ ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ശാലിനിയും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ട് വിഷ്ണു. തുടർന്ന് ശാരദാമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് വിഷ്ണുവും ശാലിനിയും. അവിടെ കുട്ടികളുമായിട്ട് വളരെ സന്തോഷത്തോടെ കളിച്ച് ചിരിച്ചിരിക്കുന്ന സമയം ശാലിനി ഒരു പുതപ്പ് കൊണ്ടുവന്ന് വിഷ്ണുവിന്റെ തലയിലിടുന്നുണ്ട്. അത് തിരിച്ച് ശാലിനിയുടെ തലയിലും കൂടി ഇങ്ങനെ ഇടുകയാണ് വിഷ്ണു. അങ്ങനെ രണ്ടുപേരുടെയും തലയിലായിട്ട് ആ പുതപ്പ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിനിടയിൽ കുട്ടികൾ ആ കട്ടിലിൽ കിടന്നിങ്ങനെ ചാടി കളിക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ടിട്ട് അതിനകത്തൂടെ വിഷ്ണു ശാലിനിക്ക് ചുംബനം കൊടുക്കാനൊക്കെ തുടങ്ങുമ്പോൾ കുട്ടികൾ എന്നൊക്കെ ശാലിനി ഇങ്ങനെ പറയുന്നുണ്ട്. കുട്ടികൾ ആ പുതപ്പ് വലിച്ചെടുത്ത് മാറ്റി. എന്നിട്ട് വിഷ്ണുവിനെ പില്ലോ കൊണ്ടിങ്ങനെ അടിക്കുകയാണ് ശാലിനി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സന്തോഷത്തോടെയുള്ള ഒരു കാഴ്ച ഇത് ശ്യാമ കാണുന്നുണ്ട്. കുട്ടികളും വളരെ ഹാപ്പിയാണ്. കുട്ടികളും ശാലിനിയും വിഷ്ണു ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്നു. ഭാമയാണെങ്കിൽ വിഷ്ണുവിന് വേണ്ടി കാത്തിരുന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. ശ്യാമയും സങ്കടത്തിൽ. രോഹിത്തിനെ പറ്റി ശ്യാമ ഓർക്കുന്നു. പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാഘവന്റെ വീട്ടിലേക്ക് ഭാമയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വീട് കൊടുത്ത ഒരു മുതലാളി സുബേർ. അദ്ദേഹത്തോട് മകളുടെ കാര്യമൊക്കെ രാഘവൻ പറയുന്നു. പിന്നെ വിഷ്ണുവിന്റെ കാര്യവും പറയുന്നു. എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്റെ മകൻ വിഷ്ണു പഠിച്ചോ ഇല്ല, അതാണ് കാര്യം. എന്തായാലും ഇനി നൂറിന്റെ പഠിത്തം നടക്കുമെന്ന് തോന്നുന്നില്ല. നൂറിന്റെ വിവാഹം നിശ്ചയിച്ചു പെങ്ങളുടെ മകനുമായിട്ടാണ്. ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടും പഠിക്കാമല്ലോ. നൂറിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യൻ എത്ര വരെ പഠിച്ചു എന്ന് രാഘവൻ ചോദിക്കുമ്പോൾ അത് 10 വരെ നല്ല ബിസിനസ് മൈൻഡാണ് എനിക്ക് സുബേർ പറയുന്നു. 10ാം ക്ലാസ്സുകാരനായ ഭർത്താവ് ഒരു തരത്തിലും ആ കൊച്ചിനെ തുടർന്ന് പഠിപ്പിക്കില്ലടോ. അവളെ അടുക്കളയ്ക്കകത്ത് തളച്ചിടാനേ ശ്രമിക്കുള്ളൂ. സുബേറെ, അവളെ പഠിപ്പിക്കുക, അധികം പ്രായമായിട്ടുള്ളല്ലോ. സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാക്കിയിട്ട് അവളെ കല്യാണം കഴിപ്പിച്ചു വിട്. പിന്നീട് ഒരിക്കൽ അവൻ അവളെ തള്ളി പറഞ്ഞാലും അവൾക്ക് നിരാശയാകേണ്ടി വരില്ലല്ലോ. എന്റെ മരുമകൾ ശാലിനി, അവൾ കഷ്ടപ്പെട്ട് നേടിയതാണ് IAS. നൂറിനെ കെട്ടാൻ പോകുന്നത് പെങ്ങളുടെ മകനല്ലയോ? അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. എന്നെങ്കിലും നൂർജഹാന് വേണ്ടി സുബേറിന് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഇപ്പോഴേ ചെയ്യാൻ കഴിയൂ. ആലോചിക്കേ. എന്നിട്ട് ആ കൊച്ചിനെ പഠിപ്പിക്കാൻ നോക്ക്. അവൾ എന്നും സന്തോഷകരമായി ഇരിക്കണമെന്ന് സുബേർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ രാഘവൻ പറയുന്നു. അവിടേക്ക് ഒരു വണ്ടി വരുന്നുണ്ട്, ഓട്ടോയിൽ നിന്നും ഭാമ ഇറങ്ങുന്നു. കൂടെ പൊന്നിയുമുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഷോപ്പിംഗ് നടത്തിയ ഒരു മട്ടുണ്ടല്ലോ. എന്താണ് കാര്യം? ഇത് കേട്ട് ഭാമ പറയുന്നു, എന്തെങ്കിലും ഒരു വരുമാന മാർഗം വേണ്ടേ, അതിനൊരു യൂണിറ്റ് തുടങ്ങാമെന്ന് കരുതി. പലഹാരങ്ങൾ പാക്ക് ചെയ്ത് കടയിൽ കൊടുക്കുന്ന പരിപാടിയാണ്. എത്രത്തോളം അത് വിജയിക്കുമെന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ചെയ്തു നോക്കാമെന്ന് കരുതി. നമ്മൾ ധൈര്യത്തോടെ ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയാൽ മാത്രമല്ലേ സക്സസോടെ അത് ശരിയാകുമോ ഇല്ലയോ എന്ന് അറിയൂ. ഇത് നല്ല രാശിയുള്ള സ്ഥലമാണ്. എന്ത് ചെയ്താലും വിജയിക്കും. ഞാനൊരു ഉദാഹരണമാണ്. എന്തായാലും എന്റെ എല്ലാവിധ ആശംസകളും എന്ന് സുബേർക്ക. ആ സമയം മകളുടെ കോൾ വരുന്നു.
രാഘവൻ നായർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലുണ്ട്, നോക്കട്ടെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു. ഭാമയോട് രാഘവൻ ചോദിക്കുന്നു, നിന്റെ ഉദ്ദേശം എന്താണെന്ന്. ഭാമ പറയുന്നു, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ഞാനും കൂടി ഒന്ന് നോക്കട്ടെ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.